ഇതും ഞങ്ങൾ ഉണ്ടാക്കിയത്. പ്രശസ്ത കണ്ടുപിടുത്തക്കാരുടെ പേരിൽ അത്ര അറിയപ്പെടാത്ത കണ്ടുപിടുത്തങ്ങളുണ്ട്. റിമോട്ടിലോടും ബോട്ട്. പ്രശസ്ത അമേരിക്കൻ എഞ്ചിനീയറും കണ്ടുപിടുത്തക്കാരനുമായ നിക്കോള ടെസ്ല 1898 നടന്ന ഒരു പ്രദർശനത്തിൽ 1.2 മീറ്റർ നീളമുള്ള ഒരു ബോട്ട് പ്രദർശിപ്പിച്ചു. വെറും ബോട്ടല്ല, ബാറ്ററി റിമോട്ടിലോടുന്ന ബോട്ട്. ചരിത്രത്തിലെ ആദ്യ റിമോട്ട് വാഹനം. വെടിയുണ്ട തന്ന മെഷീൻ. മെറ്റൽ ഡിറ്റക്ടറെ കുറിച്ച് കേട്ടിരിക്കുമല്ലോ. പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്താണത്. 1881 അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജെയിംസ് ഗാർഫീൽഡിന് വെടിയേറ്റു. ഗുരുതരാവസ്ഥയിലായ അദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു. ശരീരത്തിൽ തുളഞ്ഞു കയറിയ വെടിയുണ്ടകൾ പുറത്തെടുത്താലേ ജീവൻ രക്ഷിക്കാനാകൂ. പ്രസിഡന്റിന്റെ ശരീരത്തിനുള്ളിലേക്ക് കൈയിട്ട് ഡോക്ടർമാർ കിണഞ്ഞു പരിശ്രമിച്ചു. നോ രക്ഷ. ടെലിഫോൺ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഗ്രഹാംബെൽ ഈ വിവരം അറിഞ്ഞു. വെടിയുണ്ടയുടെ സാന്നിധ്യം ഉണ്ടായാൽ അലാം മുഴക്കുന്ന ഒരു ഉപകരണം അദ്ദേഹം നിർമ്മിച്ചു. ഇതാണ് ആദ്യത്തെ മെറ്റൽ ഡിറ്റക്ടർ. ഉപകരണം കണ്ടുപിടിച്ചെങ്കിലും ഡോക്ടർമാരുടെ കൈകടത്തലിലുണ്ടായ അണുബാധ മൂലം പ്രസിഡന്റ് മരണം അടഞ്ഞു. ആവി മാത്രമല്ല, കോപ്പിയും. ആവി യന്ത്രം കണ്ടുപിടിച്ച ജെയിംസ് വാട്ടിന്റെ മറ്റൊരു കണ്ടുപിടുത്തമാണ് കോപ്പിയർ. 1780 അദ്ദേഹം പേറ്റന്റ് നേടിയ ഈ യന്ത്രത്തിന്റെ മുകളിൽ ബുക്കിന്റെ പേജ് പോലെ ഒരു ഭാഗമുണ്ട്. അവിടെ എഴുതിയിട്ട് താഴെ വെക്കുന്ന നേരിയ കടലാസിലേക്ക് അമർത്തിയ കോപ്പി റെഡി. കണ്ടുപിടിച്ച ആദ്യ വർഷം തന്നെ 600 എണ്ണം വിറ്റ് റെക്കോർഡിട്ട യന്ത്രമാണിത്. സംസാരിക്കും പാവയും വോട്ടിംഗ് മെഷീനും. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസന്റെ കണ്ടുപിടുത്തങ്ങളാണ് വോട്ടിംഗ് മെഷീനും സംസാരിക്കുന്ന പാവയും. അതെ, അല്ല എന്നീ ഓപ്ഷനുകളിലേക്ക് തിരിക്കാൻ കഴിയുന്ന ഓരോ സ്വിച്ചുകൾ. വോട്ടുകൾ കണക്കാക്കുന്ന റെക്കോർഡറുമായി ആ സ്വിച്ചുകൾ വൈദ്യുതി ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. ഇതായിരുന്നു ആദ്യ വോട്ടിംഗ് മെഷീൻ. സംസാരിക്കുന്ന പാവയെ ആദ്യമായി അവതരിപ്പിച്ചതും എഡിസനാണ്. ഒരു നഴ്സറി പാട്ട് പാടുന്ന പാവ. പക്ഷെ 1/2 മീറ്ററിലധികം നീളവും വലിയ വിലയും പാവയെ വിപണിയിൽ നഷ്ടക്കച്ചവടാക്കി. എല്ലാത്തിലും ഒരു കൈ. എഴുത്തുകാരനും ശാസ്ത്രജ്ഞനും ചിന്തകനും രാഷ്ട്രീയക്കാരനും കണ്ടുപിടുത്തക്കാരനുമാണ് അമേരിക്കക്കാരനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. പല വലുപ്പത്തിലുള്ള വൈൻ ഗ്ലാസുകളിൽ വെള്ളം നിറച്ച് സംഗീതമുണ്ടാക്കുന്ന ഒരു സൂത്രം 1761 നടന്ന ഒരു സംഗീത പരിപാടിയിൽ ഫ്രാങ്ക്ലിൻ കണ്ടു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട അദ്ദേഹം വ്യത്യസ്ത വലുപ്പവും കനവും ഉള്ള 37 ഗ്ലാസ് പാത്രങ്ങൾ ഒരു ദണ്ടിൽ ഉറപ്പിച്ച് ഒരു സംഗീത ഉപകരണം ഉണ്ടാക്കി. അതാണ് ഗ്ലാസ് ഹാർമോണിയം അഥവാ ഗ്ലാസ് ഹാർമോണിക്ക. മൊസാറ്റ് ഉൾപ്പെടെയുള്ള സംഗീത പ്രതിഭകളുടെ ഇഷ്ട സംഗീത ഉപകരണമായിട്ട് ഇത് മാറി.